Hello everyone. So, നമ്മൾ ഒളിമ്പിയാഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ഇൻഫോം ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് ഓൾറെഡി അറിയാം സ്കൂളിലെ എക്സാം പോലെയല്ല ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മൾ വേറൊരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ് എല്ലാ സബ്ജക്റ്റുകളുടെയും അസിസ്റ്റൻസ് നമ്മുടെ ഈ ഒരു ചാനൽ വഴി തരുന്നതാണ്. മാത്രമല്ല ഒളിമ്പിയാഡ് എക്സാമിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അറിയേണ്ട ആപ്ലിക്കേഷൻ ഡേറ്റ് എന്നാണ്, സിലബസ് എന്താണ്, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കണം. അവരെയും കൂടെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് എത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് വേണം ഒളിമ്പിയാഡിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഗിവൺ ഫിഗർ ഷോസ് ദ റെക്ടാംഗിൾ ABCD bracket not drawn to scale R is thrice the size of P and 1/2 of the size of S. Q is twice the size of P. What fraction of the whole figure is the sum of Q and S? ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇത് ആൻസർ ചെയ്യാം. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇത് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ റെക്ടാംഗിൾ ഉണ്ട്. ഓക്കെ, ABCD എന്ന് പറയുന്ന റെക്ടാംഗിൾ ഉണ്ട്. ഇയാൾ നിങ്ങൾ ഒരുപാട് പാർട്സ് ആക്കിയത് കാണാൻ പറ്റും. ഈ ഓരോ പാർട്സിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പേര് PQRS എന്നിങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ നോട്ട് ഡ്രോൺ ടു സ്കെയിൽ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഇതിൻ്റെ സൈസ് അങ്ങനെ പ്രത്യേകിച്ച് സൈസ് വെച്ച് അല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചൊന്നുമല്ല. അതായത് ഇപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ ആവണമെങ്കിൽ ഇതിൻ്റെ എക്സാക്റ്റ് ഹാഫ് ആവണം, ഇത് അങ്ങനെയൊന്നുമില്ല. ഇതവർ റഫായിട്ട് എന്ത് ചെയ്തതാണ്, വരച്ചതാണെന്നുള്ള. സ്കെയിൽ ഉപയോഗിച്ചത് ജോമെട്രി ബോക്സിലെ സ്കെയിൽ ഉപയോഗിച്ചതല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ആ സ്കെയിൽ എന്ന് പറയുന്ന റേഷ്യോ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നുണ്ടെങ്കിൽ 1 സെൻറ്റിമീറ്റർ അതിൻ്റെ ഹാഫ് ആവണം. അങ്ങനെയുള്ള പ്രത്യേകിച്ച് ആ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്നുമല്ല, റഫായിട്ട് വരച്ചതാണ് എന്നുള്ള ഉദ്ദേശം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇനി ഓരോ നോക്കാം. R is thrice the size of P എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയുടെ ഏരിയ എത്രയാണോ അതിൻ്റെ ത്രൈസ് 3 ടൈംസ് ആണ് ആറിൻ്റെ ഏരിയ. അപ്പോൾ പിയുടെ ഏരിയ എത്രയാണ് നമുക്ക് അറിയോ, വല്ല ഐഡിയ ഉണ്ടോ? പിയുടെ ഏരിയ എത്രയാണ്? ഇല്ല അല്ലേ, പിയുടെ ഏരിയ എത്രയാണെന്ന് നമുക്കറിയില്ല. സോ ഞാൻ പിയുടെ ഏരിയ ജസ്റ്റ് എക്സ് കൊടുത്തു. ഓക്കെ, അത് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആവാം, 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആവാം, 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആവാം, 0.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആവാം, എത്രയും ആവാം. എത്രയും നമുക്കറിയോ? ഇല്ല. അപ്പോൾ ജസ്റ്റ് ആ വാല്യൂസിനെ എല്ലാത്തിനെയും ജനറൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ ഒരു എക്സ് കൊടുത്തു. എക്സിന് ഏത് വാല്യൂ വരാം. ഓക്കെ, എക്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ R is thrice the size of P എന്നാണ് പറഞ്ഞത്. അപ്പോൾ PX ആണെങ്കിൽ R അതിൻ്റെ 3 ടൈംസ് 3 മടങ്ങാണ്. എന്തായിരിക്കും? 3 × X 3x ആവും. അപ്പോൾ 10 ആണ് P എങ്കിൽ 3 × 10 30 ആയിരിക്കും അല്ലേ. 20 ആണെങ്കിൽ 3 × 20 60 ആയിരിക്കും. അപ്പോൾ എക്സ് ആണെങ്കിൽ 3 × X ആയിരിക്കും. ഇനി എന്താ, അതുപോലെ തന്നെ 1/2 ദ സൈസ് ഓഫ് S എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ R എന്ന് പറയുന്നത് പിയുടെ ത്രൈസും ആണ്, എസിൻ്റെ 1/2 ആണ്. അപ്പോൾ R എന്ന് പറയുന്ന ആളുടെ സൈസ് എസിൻ്റെ ഹാഫാണ് അല്ലേ. എസ് എന്ന് പറയുന്ന ആളുടെ സൈസിൻ്റെ ഹാഫാണ്. അപ്പോൾ ഈ 2നെ ജസ്റ്റ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ എനിക്ക് എങ്ങനെ പറയാം, എസ് എന്ന് പറയണമെങ്കിൽ 2 ടൈംസ് R ആണ്. കാരണം എന്താ, R എന്ന് പറഞ്ഞാൽ എസിൻ്റെ ഹാഫ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ 2 ആറുകൾ വെക്കുമ്പോഴാണ് ഒരു എസ് കിട്ടുക. ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ കയ്യിൽ 20 എന്ന് പറയുന്ന നമ്പറുണ്ട്, 40 എന്ന് പറയുന്ന നമ്പറുണ്ട് അല്ലേ. 20 എന്ന് പറയുന്ന നമ്പർ എന്താണ്, 1/2 ഓഫ് 40 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, 40 എന്ന് പറഞ്ഞാൽ 2 × 20 ആണെന്ന് പറയാം. ഇതേപോലെ തന്നെ 20 is equal to 1/2 × 40. ഇവിടെ അതുപോലെ R is equal to 1/2 × S എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ R എന്ന് പറയുന്നത് എസിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ 2 ആറുകൾ വെക്കുമ്പോഴാണ് 2 R വരുമ്പോൾ 2 × 20 പോലെ 2 ആറുകൾ വരുമ്പോഴാണ് എന്ത് കിട്ടുക, എസ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 × R ആണെന്ന് നമുക്കറിയാം. R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 3x ആണ് അല്ലേ. അപ്പോൾ 2 × R എന്ന് പറയുമ്പോൾ 2 × 3x എന്ന് വരും. ബേസിക് മാത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരിക എന്നുള്ളത്. 2 × 3 6 ആണ്, സോ 6x. സോ എസിൻ്റെ ലെങ്ത് എത്രയാണ്, 6x ആണ് എസിൻ്റെ ലെങ്ത്. സോറി, എസിൻ്റെ ആ ഒരു സൈസ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്ന ആൾ എത്രയാണ്, 6 × X ആണ്. ഓക്കെ, ഇനി Q ഈസ് ട്വൈസ് ദ സൈസ് ഓഫ് P. Q എന്ന് പറയുന്ന ആൾ എന്താണ്, പിയുടെ ട്വൈസ് ആണ്. P എന്ന് പറയുന്ന ആൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള X ആണ്. സോ അയാളുടെ ട്വൈസ് എന്ന് പറയുമ്പോൾ 2x ആണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് അല്ലേ. X എന്ന് പറയുന്ന ആളെ നമ്മൾ X എടുക്കുകയാണെങ്കിൽ, സോറി P എന്ന് പറയുന്ന ആൾ നമ്മൾ X എടുക്കുകയാണെങ്കിൽ, ആ ഒരു ഏരിയനെ X എടുക്കുകയാണെങ്കിൽ R എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 ടൈംസ് ആണ്, S എന്ന് പറഞ്ഞാൽ അതിൻ്റെ 6 ടൈംസ് ആണ്, Q എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 ടൈംസ് ആണ്. ഇനി എന്താ പറഞ്ഞത്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഹോൾ ഫിഗർ ഇസ് എ സം ഓഫ് Q ആൻഡ് S. Qയും എസും കൂടെ ജോയിൻ ചെയ്താൽ Qൻ്റെ ഏരിയ, ഓക്കെ, അതുപോലെ എസിൻ്റെ ഏരിയ, ഇത് രണ്ടും കൂടെ കൂടി ചേർന്നാൽ ആ ടോട്ടൽ ഫിഗറിൻ്റെ എത്ര ഭാഗമായിട്ട് മാറും എന്നുള്ളതാണ്. ഈ ടോട്ടൽ ഫിഗറിൻ്റെ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ടോട്ടൽ ഫിഗർ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം അല്ലേ. ടോട്ടൽ എത്ര സൈസ് എന്ന് അറിയാൻ, അപ്പോൾ എക്സും 3x 4x 6x 10x 10x 2x 12x.
ബേസിക് മാത്തിൽ നമ്മൾ ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻസിൻ്റെ അല്ലെങ്കിൽ ഓൾജിബ്രയുടെ ഒരു പാർട്ട് പഠിക്കുന്നുണ്ട്. അവിടെ എക്സ് വരുന്ന ടേംസുകൾ എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കോൺസെപ്റ്റിലോട് അധികം കിടക്കാത്തത്. കാരണം നിങ്ങൾ എല്ലാവരും ആ കോഴ്സ് കണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. കാരണം അതിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും നമ്മൾ കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, സോ ഈ 12x ആണ് ടോട്ടൽ. നമുക്ക് വേണ്ടത് ആ രണ്ട് പേര് മാത്രമാണ്, ക്യൂവും എസും അല്ലേ. ക്വസ്റ്റ്യൻ പറഞ്ഞത് ക്യൂവും എസും കൂടെ ഉള്ളത് എത്രയാണെന്നാ. ക്യൂവും എസും കൂടെ കൂടി ചേർന്ന് എത്രയാണ്? 6x-ഉം 2x-ഉം രണ്ടും കൂടെ ആഡ് ചെയ്താൽ 6x + 2x ടോട്ടൽ എത്ര വരും? 8x. അപ്പോൾ നമുക്ക് വേണ്ട ക്യൂവും എസും കൂടെ ജോയിൻ ചെയ്താൽ 8x ആണ് അല്ലേ. അത് ആ ടോട്ടലിൻ്റെ എത്ര പാർട്ടാണെന്ന് ചോദിച്ചാൽ, ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12x ആണ്. അപ്പോൾ 12xൻ്റെ എത്ര പാർട്ടാണ്? 8x അല്ലേ. ക്യൂവും എസും കൂടി ജോയിൻ ചെയ്താൽ 8x ആണ്. ടോട്ടൽ 12x ആണ്. അപ്പോൾ ടോട്ടലിൻ്റെ എത്ര പാർട്ടാണ് ക്യൂവും എൻ്റെ എസും കൂടി എന്ന് പറഞ്ഞാൽ 8x ഡിവൈഡ് ബൈ 12x ചെയ്താൽ മതി. എക്സും കട്ടാകും. ഇനി 8ലും 12ലും കോമൺ ആയിട്ടുള്ള ആൾ 4 കോമൺ ആണ്. 8ൽ എത്ര 4 ഉണ്ട്? 2 4 ഉണ്ട്. 12 എത്ര 4 ഉണ്ട്? 3 ഉണ്ട്. സോ 2/3 എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ആൻസർ. 2/3. ഓക്കെ, സിമ്പിൾ അല്ലേ. അപ്പോൾ ഇതിലെന്താ സംഭവം, എന്താ ഇവിടെ നടക്കുന്നത്? സാധാരണ നമ്മൾ കാണാറുള്ളത് പോലത്തെ ഫ്രാക്ഷനാണ്. ബേസിക് മാത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രാക്ഷൻസിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ. ഫ്രാക്ഷൻ തന്നെയാണ് കാണേണ്ടത്. പക്ഷേ ആ ഫ്രാക്ഷൻ്റെ കോൺസെപ്റ്റിനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണാത്ത ഒരു രീതിയിൽ ചോദിച്ചതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഒളിമ്പിയാഡ് എന്നല്ല, ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന കോൺസെപ്റ്റ് തന്നെയാണ് ഇതിലൊക്കെ വേണ്ടത്. വേറെ ഒരു കോൺസെപ്റ്റും ഇല്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, എസ്പെഷ്യലി NCERT ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന കോൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ എക്സാമുകളും വരിക. എല്ലാ എക്സാമുകളും, അല്ലാതെ കുറേ ഔട്ട് ഓഫ് സിലബസ് കോൺസെപ്റ്റ് വരുന്നില്ല. പക്ഷേ ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ട സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന പോലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച അതേ കാര്യങ്ങൾ വരിക എന്നുള്ളതല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്. അവിടെ കുറച്ചും കൂടി നിങ്ങളുടെ ടാലൻ്റാണ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ച ഫ്രാക്ഷൻ എന്ന് പറയുന്ന അതേ സംഭവത്തിനെ ഒരു ജോമെട്രിക്കൽ ഷേപ്പൊക്കെ ആക്കി മാറ്റി അതിൻ്റെോട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കുറേ P, Q, R, S ഒക്കെ കൊണ്ടുവന്ന് ഏരിയ എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ കൊണ്ടുവന്ന് മാറ്റിയതേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് അല്ലേ. അപ്പോൾ നമുക്ക് P എന്ന് പറയുന്ന ആൾക്ക് ഈ ഒരു ഏരിയക്ക് നമ്മൾ X കൊടുത്തു, അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഏരിയയ്ക്ക് നമ്മൾ ഓരോ റിലേഷൻ എഴുതി. അപ്പോൾ ടോട്ടൽ ഏരിയ, അതിൻ്റെ ടോട്ടൽ സൈസ് 12x ആണ് കിട്ടി. ക്യൂവും എസും കൂടെ കൂടി ചേർന്നാൽ 8x ആണ് കിട്ടി. അപ്പോൾ 12xൻ്റെ എത്ര പാർട്ടാണ് 8x എന്നുള്ള ഫ്രാക്ഷൻ നമ്മളിവിടെ കണ്ടു, സിംപ്ലിഫൈ ചെയ്തു, 2/3 എന്നുള്ള ആൻസർ കിട്ടി. ഓപ്ഷൻ B ആണ് അതിൻ്റെ ആൻസർ. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഓരോ സെഷൻസിലും ചെയ്യുക. ഇത് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ അവിടെ വെച്ച് നിർത്തി ഡീമോട്ടിവേറ്റഡ് ആയി പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള കോൺഫിഡൻസും അതിനുള്ള കാപ്പബിലിറ്റി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ചാനലിൽ ഓരോ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട ഒളിമ്പിയാഡിനും അതുപോലെയുള്ള എക്സാമുകൾക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് എല്ലാം വരിക. കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഹൈ ലെവലായിട്ട് മാറാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന ഏരിയാസ് അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഓരോ വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ ആ കമൻറ്റ് ബോക്സിലുള്ള കാര്യങ്ങളും വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്ന ടോപ്പിക്സ് പറയാം, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.